പത്തനംതിട്ട തിരുവല്ലയിൽ 10 വയസ്സുകാരനെ ഉപയോഗിച്ച് പിതാവ് ലഹരി കടത്തിയെന്ന കേസിൽ പോലീസിനെതിരെ ആരോപണവുമായി കുട്ടിയുടെ അമ്മ. കുട്ടിയെ ലഹരിക്കടത്തിന് ഉപയോഗിച്ചുവെന്ന് പരാതി നൽകാൻ പോലീസാണ് നിർദ്ദേശം നൽകിയതെന്ന് അമ്മ മീഡിയ വണ്ണിനോട്. ജ്യൂസ് കുടിക്കാനാണ് പിതാവിനൊപ്പം കുട്ടി പോയത്. കുട്ടിയെ ലഹരിക്കടത്തിന് ഉപയോഗിച്ചുവെന്ന് ഡിവൈഎസ്പി വാർത്താസമ്മേളനം നടത്തി പറഞ്ഞതിന് ശേഷമാണ് പോലീസ് വീട്ടിലെത്തി പരാതി എഴുതി വാങ്ങിയതെന്നാണ് അമ്മ ആരോപിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി പരാതി എഴുതി നൽകാൻ കുടുംബത്തോട് ആവശ്യപ്പെടുന്ന CCTV ദൃശ്യങ്ങൾ മീഡിയ വണ്ണിന് ലഭിച്ചു. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കുട്ടിയുടെ അമ്മ CWCക്ക് പരാതി നൽകി. ഇത് പത്രക്കാർക്ക് പറ്റിയ അബദ്ധമാണ്. അതിനെ ബാലൻസ് ചെയ്യാനും അവനൊരു പണി കൊടുക്കാനും വേണ്ടി ചെയ്യുന്നത്. നാളെ ഇതൊരു വലിയ വാർത്തയാവും. ചാനലിനൊരു അബദ്ധം. പിന്നെ അച്ഛൻ എന്തുവാ ശരിക്കും ഇതാക്കുന്നത്? അച്ഛൻ നിങ്ങൾ കൂടി ഇപ്പൊ നാളത്തെ ഈ വാർത്തയോടുകൂടി ഇയാളെ സമൂഹത്തിനെതിരെ പോരാടുന്നത് നിന്റെ വീട്ടിൽ പറഞ്ഞില്ല. ഇത് പത്രക്കാർക്ക് പറ്റിയ അബദ്ധമാണ്. പോലീസുകാർ വന്നിട്ട് പിന്നെ ഞാൻ ഒപ്പിട്ട് കൊടുത്തു. പക്ഷെ ഞാൻ അവരുടെ അടുത്ത് പ്രത്യേകം പറഞ്ഞതാ, എന്റെ മോന്റെ ദേഹത്ത് ഒട്ടിച്ചിട്ടില്ലെന്നും എന്റെ മോനെ കൊണ്ട് ജ്യൂസ് കുടിക്കാൻ പോയതാ, പുള്ളിക്കാരൻ പോയതാ. അത് ഞങ്ങള് തമ്മിൽ ഒരു വർഷമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഞങ്ങള് പിണങ്ങി താമസിക്കുക. ഞാൻ ഡിവോഴ്സിന് ഓൾറെഡി കൊടുത്തിട്ടുള്ളതാ. അയാള് ചെയ്ത തെറ്റിന് ഞാനും എന്റെ കുഞ്ഞും ഒരു പിന്നെ ഇതും ഇല്ല. എന്റെ കുഞ്ഞിനെ അയാൾ കാണുവോ ഇതോ ഈ ഒരു വർഷക്കാലമായിട്ട് അയാളെ എന്റെ കുഞ്ഞ് കാണുവോ ഒന്നും ചെയ്തിട്ടില്ല. അല്ലെ കുഞ്ഞിന്റെ ശരീരത്തിൽ ഈ ലഹരി കടത്തി എന്ന് പറയുന്നത് സത്യസന്ധമായ ഇതല്ലേ? അത് തെറ്റുള്ള കാര്യം. കാരണം ഞങ്ങൾ പിണങ്ങി ഞങ്ങൾ കാണാത്ത ഒരാളെ ഞാൻ ആദ്യമായിട്ട് അയാളെ കാണുന്നത് ഇപ്പോ ഈ പോലീസ് സ്റ്റേഷനിൽ ഞാൻ അന്ന് പിടിക്കുമ്പോഴാണ് ഞങ്ങൾ കാണുന്നത് തന്നെ. എന്റെ മോന്റെ ദേഹത്ത് അയാൾ ഇങ്ങനെ കൊണ്ടുപോ അങ്ങനെ ഒരു സംഭവം ഇല്ല. അല്ല അന്നേരം ഈ നിങ്ങളെ വീട്ടിൽ വന്നിട്ട് പോലീസുകാർ എന്താ പറഞ്ഞത്? ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പോലീസുകാർ പറഞ്ഞത് ഇതുപോലെ മോന്റെ ദേഹത്ത് ഒട്ടിച്ചില്ലെന്ന് തന്നെ പറഞ്ഞു. പോലീസുകാർ എന്നോട് പറഞ്ഞത് മോന്റെ ദേഹത്ത് ഒട്ടിച്ചിട്ടില്ല എന്ന് അവര് പറഞ്ഞായിരുന്നു. അപ്പൊ പിന്നെ അവരോട് പോലീസുകാർ തന്നെ പറഞ്ഞതോ, ഈ മാധ്യമങ്ങളോട് പറഞ്ഞതോ ഈ മോന്റെ ശരീരത്തെ ഒട്ടിച്ചാണ് കടത്തിയതെന്ന്? അതെന്തോ സാറ് പറയുന്നുണ്ട്. വാമൊഴിയോ എന്തോ കൊണ്ട് മാറിപ്പോയതാണ്. ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, എന്റെ മോനോ എനിക്കോ ഇതിനുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുതെന്ന് പറയുന്നുണ്ട്. അവര് പറയുകയും ചെയ്തു നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞപ്പോ ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ട് ഇന്നലെ പറഞ്ഞു മോനെ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ കൊണ്ടുവരണമെന്ന്. ഞാൻ പറഞ്ഞു മോൻ ഇതിനകത്ത് ഒരു ഭാഗമേ അല്ല. എന്റെ മോന്റെ സ്കൂളിനെ ബാധിച്ചു, നാട്ടുകാരെല്ലാം അറിഞ്ഞു. ഈ ഒരു ന്യൂസിന്റെ പേരിൽ ഞങ്ങളുമായിട്ട് പിണങ്ങി നിൽക്കുന്ന ഒരാളായത്. ഞങ്ങളുമായിട്ട് ഒരു കോണ്ടാക്ട് ഇല്ലാത്ത ഒരാളെ കുറിച്ചിട്ട് അയാളെ പിടിച്ചെന്ന് പറഞ്ഞ് ഞാനും എന്റെ മോനും ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടാ പറയുന്നത്. ഇപ്പൊ അതിന് ഞാൻ സുപ്രീം കോർട്ട് വരെ ഞാൻ പോകും. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അങ്ങനെ ഒരു സംഭവം എന്റെ കുഞ്ഞിനെ കൊണ്ട് പോയിട്ടില്ല. എന്റെ കുഞ്ഞിനെ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്റെ ഹസ്ബൻഡ് കൊണ്ടുപോയാലും അതിന് ജസ്റ്റ് അതും ഇത്രയും നാളായിട്ട് ഈ പിണങ്ങി പിരിഞ്ഞാൽ പിന്നെ അയാൾ കണ്ടിട്ട് പോലും ഇല്ല എന്റെ കുഞ്ഞിനെ.